ഞങ്ങളുടെ വീടിനടുത്ത് പുറംപോക്കിൽ ഒരു പാവപ്പെട്ട കുടുംബമുണ്ട്. ഭാര്യയും ഭർത്താവും പണിക്ക് പോയാൽ അവരുടെ അനിയനൊരാൾ തളർവാദം പിടിച്ച് കിടക്കുകയാണ്. വീട്ടിൽ വേറെ ആരുമില്ല. ഇയാൾക്ക് എന്തോ ചില ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനല്ലാതെ സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി, പിള്ളേർക്ക്, ഞങ്ങൾ സഹോദരന്മാർക്ക് എല്ലാ ദിവസവും ഇദ്ദേഹത്തിന് ആഹാരം കൊണ്ടെത്തിക്കുക, അത് ഞങ്ങളുടെ കടമയായിട്ട് ഏറ്റെടുത്തു. അപ്പോൾ മുത്തശ്ശിക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞങ്ങൾ ആഹാരം അദ്ദേഹത്തിന് കൊണ്ടു കൊടുക്കും. അദ്ദേഹമായിട്ട് അദ്ദേഹത്തിൻ്റെതായ ഭാഷയിൽ, ഞങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഞങ്ങൾ സംവദിക്കും. ഒരു ദിവസം കാണാം, അദ്ദേഹത്തിൻ്റെ കുടിൽ തീ പിടിച്ചിരിക്കുന്നു. തീ ആളിക്കത്ത് കാണും. ആളുകളെല്ലാം അങ്ങോട്ടേക്ക് ഓടിക്കൂടി ഓരോരുത്തർ പറഞ്ഞ് ഫയർ എഞ്ചിനെ വിളിക്കുക, പോലീസിനെ വിളിക്കുക. അങ്ങനെ കണ്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ കൊടുക്കുകയാണ്. ആരും ഒന്നും ചെയ്യുന്നില്ല. അപ്പോഴാണ് ഈ സാമിയമ്മാവൻ ചായ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നേരെ ഓടി വന്ന് ആ കത്തിക്കൊണ്ടിരിക്കുന്ന കുടിലിനുള്ളിലേക്ക് ചെന്ന് ഈ തളർവാദ രോഗിയെ തോളത്തിട്ട് വെളിയിൽ കൊണ്ടുവന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഇരുത്തിയിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ, ആരുടെയും അഭിനന്ദനം ഒന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം വീണ്ടും പോയി ചായ അടിക്കാൻ തുടങ്ങി. ഇന്നും എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ധീരൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ട ഈ ചായക്കടക്കാരൻ സ്വാമിയമ്മാവനാണ്.